എല്ലാവർക്കും നമസ്കാരം. സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് സജീന വ്ളോഗ്സിനെ കുറിച്ചാണ്. ഈ സജീന വ്ളോഗ്സ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. രേണു സുധി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സംസാരിക്കും. ഇപ്പോൾ ഈയിടെയായിട്ട് കേട്ട് വന്നൊരു പേരാണ് സജീന വ്ളോഗ്സ്. രേണു സുധിയുടെ വീഡിയോകൾ മാത്രമാണ് ഞാൻ ഇവരുടെ ചാനലിൽ കണ്ടിട്ടുള്ളത്. അതും രേണു സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം വീഡിയോ ചെയ്യുന്നൊരു വ്യക്തി. അവർ മോശം കാര്യങ്ങൾ ചെയ്താലും അത് നല്ലതാണ് എന്ന് പറഞ്ഞ് വരുന്നൊരു ചാനലാണ് ഈ സജീന വ്ളോഗ്സിൻ്റെ. മിക്കവാറും രേണുവിൻ്റെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവരുടെ ഒരു വീഡിയോ വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ രേണു മദ്യപിക്കുന്ന കാര്യത്തെക്കുറിച്ചൊരു മീഡിയക്കാരൻ, ഈ മീഡിയക്കാരൻ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താ അറിയോ, രേണു പോകുന്നിടത്തെല്ലാം ഈ മീഡിയക്കാരനുണ്ട്, ഈ പർട്ടിക്കുലർ മീഡിയക്കാരനുണ്ട്. അതായത് എനിക്കറിയാത്തൊരു കാര്യം, എനിക്ക് മനസ്സിലാവാത്ത, ഞാൻ ചിന്തിച്ചിട്ടും പിടികിട്ടാത്തൊരു കാര്യം, രേണു എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുവെന്നും രേണു എപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുവെന്നും രേണു എപ്പോൾ എയർപോർട്ടിൽ പോകുന്നൊക്കെ ഈ മീഡിയക്കാരൻ മാത്രം എങ്ങനെയാണ് അറിയുന്നത്? സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, ഇയാളാണോ രേണുവിൻ്റെ പി ആർ എന്ന് പറയുന്നത്? ഈ ഒരു വ്യക്തിയാണോ രേണു പി ആറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? പി ആർ ഇൻ ദ സെൻസ് രേണുവിൻ്റെ കാര്യങ്ങൾ പുറത്തേക്ക് വിടാൻ വേണ്ടി, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, പുറത്തേക്ക് വിടാൻ വേണ്ടി രേണു ഏൽപ്പിച്ചിരിക്കുന്നത് ഇയാളെയാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതോടെ നിൽക്കട്ടെ, അയാളുടെ കാര്യം നമുക്ക് പിന്നെ ഒരു ദിവസം സംസാരിക്കാനുണ്ട്. അയാളുടെ കാര്യങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവരുടെ ഒരു വീഡിയോ കണ്ടു. അതിനകത്ത് ഇവർ കിച്ചുവിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കിച്ചു കഴിഞ്ഞ ദിവസം വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചു ഈ പറയുന്ന വീട് വെച്ച് കൊടുത്ത ആൾക്കാരെ കുറിച്ചൊന്നും മോശമായിട്ട് പറയുന്നില്ല, ആ വീടിന് അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ നമ്മൾ തന്നെയാണ് അത് ക്ലിയർ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വളരെ മെച്ചുവേർഡായിട്ട് കിച്ചു വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഇവരൊരു വീഡിയോ ചെയ്തു. കാരണം കിച്ചു അത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവ് പോകുന്നത് രേണുവിനാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ ഒരു പരിധി വരെ രേണുവിൻ്റെ പി ആർ എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ രേണുവിനെ വെളുപ്പിക്കണമല്ലോ. അതിനുവേണ്ടി ഇവർ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതുലിന് കൊടുത്ത മറുപടി ആയിട്ടാണ് ആ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവരുടെയും ഉദ്ദേശം എല്ലാവരെ പോലെ തന്നെ റീച്ചാണ്. കാരണം ഇവർക്കറിയാം അതുലിനെ ചൊറിഞ്ഞാൽ അതുൽ കയറി മാന്തി വിടും എന്നിവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുലിൻ്റെ പേരെടുത്ത് വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനകത്ത് ഇവരുടെ ചില നിലപാടില്ലായ്മകളാണ് എനിക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. നമുക്കൊന്ന് കേട്ട് നോക്കാം, കണ്ടു നോക്കാം. അതുപോലെ തന്നെ ചില ചോദ്യങ്ങളും, സജീനയോട് ചില ചോദ്യങ്ങളുണ്ട്. വീഡിയോ കണ്ട് സംസാരിക്കാം. ഹായ്, നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്, പാലായിലാണുള്ളത്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരു 2-3 പേര് ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നു. അതായത് നമ്മുടെ അതിൽ ബ്ലോഗ് ചെയ്ത ഒരു വീഡിയോയുടെ ലിങ്കാണ് അയച്ചു തന്നത്. സ്ഥിരമായിട്ട് ഇപ്പോൾ രേണുവിൻ്റെ കൂടെ നടക്കുന്നവരെല്ലാവരും രേണുവിനെ പോലെ തന്നെയാണോ? ഇവരാരും തന്നെ ഒരു കാര്യങ്ങളും കാണാറില്ല. എല്ലാവരും അവരുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ അയച്ചു കൊടുക്കുന്ന വീഡിയോകളും ലിങ്കുകളൊക്കെ കണ്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്ന് പറയുന്നത് ഒരു പരിധിവരെ കോപ്പിയടിയല്ലേ അത്? രേണു പറഞ്ഞ അതേ വാചകം ഞാനതൊന്നും കാണാറില്ല, എനിക്കിത് ഓരോരുത്തർ അയച്ചു തന്നാണ് ഞാൻ കാണുന്നത് എന്ന രീതിക്ക് തന്നെയാണ് സജീനയും പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ, അവരെങ്ങനെയെങ്കിലുമൊക്കെ കണ്ടോട്ടെ, ബാക്കി നോക്കാം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അവസാനം അതിൽ എന്നെ ഒരു വെല്ലുവിളിയും കൂടെ, എനിക്ക് ചുണയുണ്ടെങ്കിൽ ചങ്കുറ്റം ഉണ്ടെങ്കിൽ തൻ്റെ ഉണ്ടെങ്കിൽ ഒരു റിപ്ലൈ കൊടു, സജീന ഇതിന് മെൻഷൻ ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് ചുണയുണ്ട്, തൻ്റെ ഉണ്ട്, ചങ്കുറ്റുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിന് റിപ്ലൈ അതിൽ തരാമെന്ന് വിചാരിച്ചു. ഇടാ മാസ് ബീജിയം പിടിച്ച് കേറ്റ് മാസായിട്ട് സജീന വന്നേക്കാണ് അതിനുള്ള റിപ്ലൈയുമായിട്ട്. നമുക്ക് ആ റിപ്ലൈ എന്തൊക്കെയാണെന്ന് കേൾക്കേണ്ടത്. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, എനിക്ക് അത് പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ അതിനെ വിളിച്ചു, അതിലായിട്ട് സംസാരിച്ചു, അതിൽ ചോദിച്ചതൊക്കെ കറക്റ്റാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം അതിൽ ചോദിച്ചല്ലോ കിച്ചു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എനിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. കിച്ചു പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും എനിക്കൊന്നും പറയാനില്ല. രേണുസുധി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. രേണുസുധി പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയുന്നൊരു വ്യക്തിയാണല്ലോ സജീന. പിന്നെന്താ ഇപ്പോൾ ഒന്നും പറയാനില്ലാത്തത്? രേണുസുധി മദ്യപിച്ചതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും വളരെ ആധികാരികമായിട്ട് സജീന വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കാര്യത്തിൽ മാത്രം എന്താ ഒന്നും പറയാനില്ലാത്തത്? കിച്ചു പറഞ്ഞത് സത്യമായതുകൊണ്ടാണോ? അല്ല, ഞങ്ങൾ പാവപ്പെട്ട റിയാക്ഷൻ വ്ളോഗേഴ്സിനൊന്നും അത് മനസ്സിലാവാത്തോട് ചോദിക്കുകയാണ്. കിച്ചു പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് രേണുവിനെ വെളുപ്പിക്കാൻ പറ്റുന്നില്ല അല്ലേ? അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ, ബാക്കി. കാരണം അവർ രണ്ടുപേരും റിയൽ ലൈഫിൽ അവരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ രേണുസുധിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെയുള്ള ആൾക്കാർ, അതായത് രേണുസുധി അല്ലാതെ മറ്റുള്ളവർ രേണു അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേത് ചെയ്തു, മറിച്ചത് എന്ന് പറയുമ്പോൾ അതല്ല സത്യം, ഇതാണ് എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. രേണുസുധി പറഞ്ഞതിൽ ഒരു സത്യം സജീന ഒന്ന് വന്ന് പറഞ്ഞു തരാമോ? രേണുസുധി പറഞ്ഞ കാര്യങ്ങളിൽ രേണുവിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് രേണു പറഞ്ഞത്, രേണു ജോലിക്ക് പോയ സ്ഥലങ്ങളിലെ കാര്യങ്ങൾ രേണു പറഞ്ഞത്, ഹെയർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞത്, മദ്യപിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞത്. സജീന എന്ന് പറഞ്ഞു രേണു മദ്യപിക്കത്തില്ല, രേണു അത് മറ്റുള്ളവരെ വിട്ടികളാക്കാൻ വേണ്ടി റീച്ചിന് വേണ്ടി പറഞ്ഞതാണെന്ന് സജീന തന്നെ പറഞ്ഞു. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. രേണുവിൻ്റെ കല്യാണത്തെക്കുറിച്ച് രേണു പറയുന്നത്. ആദ്യം പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കത്തില്ല, ഞാൻ എൻ്റെ സുധിയേട്ടൻ്റെ വിധവയായിട്ട് ഞാൻ ജീവിക്കും, ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു എൻ്റെ കല്യാണം ഉണ്ടാവും, 2 വർഷം കഴിയുമ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പോൾ റീസെൻ്റായിട്ട് പറയുന്നു എനിക്ക് കല്യാണത്തോട് താല്പര്യമില്ല, ലിവിങ് ടുഗദറാണ് താല്പര്യമെന്ന്. ഇങ്ങനെ അടിക്കടി വാക്കുകൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന രേണു, ആ രേണുവിൻ്റെ മറ്റുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങൾ സജീനയ്ക്ക് അറിയാം, അതാണ് ഞാൻ വന്ന് സംസാരിക്കുന്നതെന്നാണ് സജീന പറയുന്നത്. രേണു പറഞ്ഞ ഈ കള്ളങ്ങളിൽ
ഏതെങ്കിലും ഒരു കാര്യം സജിനയ്ക്ക് സത്യമാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അറിയില്ല, നോക്കാം. 1 2 രേണുസുതി തന്നെ അവൾ മദ്യപിക്കും ആദ്യം ഇത് എന്ന് പറയുമ്പോൾ എനിക്കത് പറയാൻ പറ്റുമോ? ഇല്ല, രേണുസുതി അങ്ങനെ ചെയ്യത്തില്ല, രേണുസുതി നിഷ്കളങ്കത എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചെയ്യുമെന്ന് പറയുന്ന ഒരു കാര്യം വേറെ ആളൊന്നും ഇല്ലെന്ന് പറയുന്ന കാര്യമില്ലല്ലോ. അതൊന്ന്. അയ്യോ, എന്തൊരു മാറ്റിപ്പറച്ചിലാണിത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സജിന വന്ന് പറഞ്ഞതാണ്, രേണു അത് പറഞ്ഞത് റീച്ചിന് വേണ്ടിയാണ്, നിങ്ങളെല്ലാം വിഡ്ഢികളാക്കിയതാണ്. ഞാൻ തെളിവ് കാണിക്കണോ? ഒരു സെക്കൻഡേ, നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ, എന്താണ് സജിന അന്ന് പറഞ്ഞതെന്ന് ഒന്ന് കണ്ടു നോക്കാം. മന്ദബുദ്ധികളാണ് നിങ്ങളെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിയല്ല രേണുസുതിയുടെ ബുദ്ധി. നിങ്ങൾ ഇത്രയ്ക്ക് വിഡ്ഢികളാണോ? അത് എനിക്ക് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പം ഇത് ഇത്രയ്ക്കും സ്വയം ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം പോലും ഇല്ലാതെ വീഡിയോ കിട്ടി. എന്തുമായാലും വേണ്ടില്ല, അങ്ങനെ ഒരു വാക്ക് വീണ് അതിൽ പിടിച്ചങ്ങ് കയറുമായിരുന്നു, അങ്ങ് ആകാശം മുട്ടെ. അപ്പോൾ ആ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ ഇതാണ് ആ വീഡിയോ. ചോദിച്ചോട്ടെ, പിന്നെ ഈ ദുബായിലും ബഹറിലൊക്കെ പോയപ്പോ വെള്ളം അടിച്ച് ബാറിൽ ഡാൻസ് കളിച്ചു എന്നൊക്കെ കുറെ കമന്റ്സ് ഒക്കെ വന്നു. അപ്പൊ ഞാൻ കഴിച്ചില്ലെന്നല്ല, കഴിച്ചിട്ടാണ് റൂമിലാണ് ഞാൻ കഴിക്കുന്നത്. എനിക്കുള്ള റൂമിൽ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് കഴിക്കും. അല്ലാതെ വെള്ളം അടിച്ച് ഡാൻസ് കളിച്ചൊന്നുമല്ല. ഞാൻ പോയത് പ്രമോഷന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ പ്രമോഷൻ അത് ഡാൻസ് കളിക്കും, പാട്ട് പാടും. ഇനി വെള്ളം അടിച്ച് ഡാൻസ് കളിച്ചു അങ്ങനെ ഒരു സംഭവമില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? അപ്പോൾ അവൾ വെള്ളം അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണ് നിങ്ങൾ. ആ നേരെ പൊട്ട്. ഇപ്പം ഞാനൊരു നെഗറ്റീവ്, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കത്തി നിൽക്കുന്ന ഒരു വ്യക്തി ഇങ്ങനൊരു നെഗറ്റീവ് എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തരണമെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്തോ ആയിരിക്കും? സ്വയം ചിന്തിച്ചുകൂടെ? നിങ്ങളൊക്കെ ആ ട്രാപ്പിൽ വീഴുമെന്നുള്ള കാര്യം 100%. India's top-rated value stays app. അല്ല, 150% രേണുസുതിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കളിക്കുന്ന ബുദ്ധിയല്ല രേണുസുതി കളിക്കുന്ന ബുദ്ധിയെന്ന്. കണ്ടല്ലോ, ഇതിൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് രേണു ആ മദ്യപാനത്തിൻ്റെ കാര്യം പറഞ്ഞത് ഇട്ട് തന്നതാണ് റീച്ചിന് വേണ്ടി, അതിനെടുത്ത് വെച്ച് ആൾക്കാർ റിയാക്ട് ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇട്ട് തന്നതാണ് എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. ഇത് സജിനയുടെ വോയിസും സജിനയുടെ വീഡിയോ തന്നെയാണല്ലോ അല്ലേ? ഞാനല്ലാണ്ട് AI വെച്ചൊന്നും ഉണ്ടാക്കിയതല്ല. ഓക്കെ, ആ സജിന ഇപ്പോൾ പറയുന്നു രേണു വന്ന് മദ്യപിക്കുന്നു അല്ലെങ്കിൽ മദ്യപിക്കുമെന്ന് പറയുമ്പോൾ ഞാനത് അങ്ങനെ അല്ല എന്ന് പറയാൻ ഞാൻ ആരാണ്? അപ്പോൾ നിങ്ങൾക്ക് എന്ത് നിലപാടാണ് ഉള്ളത്? സജിന ഒന്ന് ക്ലിയർ ചെയ്ത് തരുമോ, നിങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത്? ഒരിക്കൽ നിങ്ങൾ പറയുന്നു രേണു മദ്യപിക്കുമെന്ന് പറഞ്ഞത് റീച്ചിന് വേണ്ടി, കോണ്ടന്റിന് വേണ്ടി വെറുതെ ഇട്ട് കൊടുത്തതാണ്, രേണു ഇങ്ങനെ താഴ്ന്നു പോകുമ്പോൾ രേണു ഉയർന്നു വരാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ എന്ന് നിങ്ങൾ വന്ന് പറയുന്നു. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ പറയുന്നു രേണു അങ്ങനെ വന്ന് മദ്യപിക്കുന്നു പറയുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് പറയാൻ ഞാൻ ആരാണ്? ഇത് രണ്ടും തമ്മിൽ ആനയാണ് തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ സജിന. അപ്പോൾ ഏതാണ് സത്യം? നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഞാൻ രേണുവിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് രേണുവിനെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ ഇല്ലാത്തത് പറയുമ്പോൾ അത് അങ്ങനെ അല്ല ഇങ്ങനെയാണ് എന്ന് ഞാൻ വന്ന് പറയുന്നതാണ്. അതായത് രേണുവിൻ്റെ ഭാഗത്ത് സത്യമുണ്ട് എന്ന് ഞാൻ വന്ന് പറയുന്നതാണ് എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. ഈ നിലപാടില്ലായ്മയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ രേണുസുതിക്കെതിരാണ്, ഞങ്ങൾ സജിനയ്ക്കെതിരാണ്. ഒരിക്കലും ഞങ്ങൾ ആർക്കും എതിരല്ല. റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാരും ആരുടെയും ശത്രുക്കളല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. രേണുവിനെ വ്യക്തിപരമായിട്ട് യാതൊരു ശത്രുതയും നമുക്കില്ല. പക്ഷേ രേണു പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളോടാണ് നമുക്ക് എതിർപ്പ്. ഇപ്പോൾ സജിന പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോടാണ് നമ്മൾ എതിർപ്പ്, അല്ലാണ്ട് സജിന എന്ന് പറഞ്ഞ വ്യക്തിയോടല്ല. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ മുന്നത്തെ വീഡിയോ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ട് എന്നും കൂടെ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. അടിക്കടി വാക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അത് ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. അത് സ്വാഭാവികം. നിങ്ങളുടെ വാക്കിൽ തന്നെ പറയുകയാണെങ്കിൽ സ്വാഭാവികം. ഓക്കെ, ബാക്കി കേൾക്കാം. ഒരാളുടെ വായിൽ നിന്ന് ഒരു വാക്ക് വീഴുമ്പോൾ അത് ഏത് രീതി വളച്ചൊടിച്ചും പറയാനുള്ള കഴിവാണ് ഒരു വ്ളോഗർക്കുള്ളത്. അതുമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയാം. എനിക്ക് രേണുസുതി പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ ന്യായീകരിക്കാനോ അതിന് വെളുപ്പിക്കാനോ അതിന് റിയാക്ഷൻ വീഡിയോ ഇടാനോ എനിക്ക് താല്പര്യമില്ല. കാരണം ഇച്ചിരി മുന്നേ നിങ്ങൾ പറഞ്ഞു രേണുസുതി ചെയ്യാത്തതും പറയാത്ത കാര്യങ്ങൾ ആരെങ്കിലും വന്ന് പറയുമ്പോൾ എനിക്ക് അതിന്റെ സത്യം അറിയാവുന്നത് കൊണ്ട് ഞാൻ അതൊന്ന് സംസാരിക്കുന്നു. ഇപ്പം നിങ്ങൾ പറയുന്നു രേണുസുതി പറയുന്ന കാര്യങ്ങളെ വന്നിരുന്ന് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലാന്ന്. നിങ്ങൾ എന്തൊക്കെയാണ് പറയണേ? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? എന്താണോ എന്തോ? അതൊരു പേഴ്സണൽ കാര്യം. അവർ പേഴ്സണലായിട്ട് അവർ തന്നെ പറയുകയാണ് ചെയ്യുന്നത്, വേറൊരാൾ പറഞ്ഞതല്ല. അതേ കണക്ക് തന്നെ കിച്ചുവിൻ്റെ കാര്യം, കിച്ചുവിൻ്റെ ലൈഫാണ് കിച്ചു പറയുന്നത്. അതിനെനിക്കെന്താ പറയാൻ പറ്റും? പിന്നെ എപ്പോഴും അതിലും ഈ കാണുന്ന എല്ലാവരും പറഞ്ഞു 24 hours ഞാൻ രേണുസുതിയുടെ കൂടെ നടക്കുന്നത്. നിങ്ങൾ എവിടെ കാണുന്നുണ്ട് രേണുസുതിയുടെ കൂടെ ഞാൻ നടക്കുന്നത്? ഏതെങ്കിലും ഒരു മീഡിയയിൽ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ ഞാൻ രേണുസുതിയുടെ കൂടെ ഇങ്ങനെ വാലാട്ടി മണപ്പിച്ച് നടക്കുന്നെന്ന്? എവിടെയും ഇല്ല. ഇല്ലായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് അടിക്കടിക്ക് കാണുന്നുണ്ട് കേട്ടോ. രേണുസുതി എവിടെയെങ്കിലും ഷൂട്ടിന് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ രേണുസുതി എവിടെയെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴോ ഒക്കെ സജിനയും കൂടെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഇല്ലെന്നങ്ങനെ പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇടയ്ക്കിടെ അവിടെ എവിടെയൊക്കെ കാണുന്നുണ്ട്. അത് കാണുന്ന ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കാണാറുണ്ടോ രേണുവിൻ്റെ വീഡിയോയിൽ എവിടെയെങ്കിലും സജിനെ കാണാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ മണപ്പിച്ചും ബാലാട്ടി നടന്നും രേണുസുതിയെ കൊണ്ട് റീച്ച് ഉണ്ടാക്കിയും രേണുസുതിയുടെ കൂടെ നടന്ന് എന്തെങ്കിലും ഒരു ചാൻസ് മേടിക്കാൻ ചെയ്യേണ്ടുന്ന ഗതികേട് എനിക്ക് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ രേണുസുതിയുടെ കൂടെ നടന്ന് രേണുസുതിയുടെ വാലായിട്ട് നടന്ന് റീച്ച് ഉണ്ടാക്കുന്നവരെല്ലാം ഗതികെട്ടവരാണെന്നാണോ സജിന പറഞ്ഞു വരുന്നത്? അയ്യോ, ഞാനത് പറയുന്നില്ല, ഇനി വളച്ചൊടിച്ചെന്ന് പറയും. വേണ്ട, ഓക്കെ, അതങ്ങ് ഇട്ടേക്ക്. ബാക്കി പിന്നെ
രേണുസുതിയായിട്ട് ഞാൻ 2-3 പ്രാവശ്യം ഞങ്ങൾ ലൈവിൽ വന്നിട്ടുണ്ട്, അല്ലാതെ വീഡിയോ ചെയ്തിട്ടുണ്ട്, വ്ളോഗ് ചെയ്തിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. അതെവിടാന്ന് അതെ 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 ഇതൊക്കെ ചെയ്തത് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാൻ വേണ്ടിയാണെന്ന് മാത്രം. ഫിറോസിനെ കുറിച്ചും ബിഷപ്പിനൊക്കെ പറഞ്ഞതിന് കയ്യും കണക്കുമില്ലെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ സങ്കടം തോന്നും. എന്താ വെച്ചാൽ ആ മനുഷ്യൻ്റെ കയ്യിലുള്ള വസ്തു ഇവർക്ക് എഴുതി കൊടുത്തിട്ട്, രേണുവിനല്ല കേട്ടോ, കിച്ചുവിനും ഋതപ്പനും എഴുതി കൊടുത്തിട്ട് ഇവരുടെയൊക്കെ വായിലിരിക്കുന്ന, രേണുവിൻ്റെ വായിലിരിക്കുന്ന മാത്രമല്ല ഈ പറയുന്ന ടീമുകളുടെയൊക്കെ വായിലിരിക്കുന്ന ചീത്ത പോലും അയാൾ കേൾക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ഇരിക്കുന്ന സ്ഥാനത്തെ പോലും മറന്നുകൊണ്ട് അവർ സംസാരിച്ചത്. ബിഷപ്പ് എന്ന് പറയുമ്പോൾ ആളുകൾ അത്രമാത്രം ബഹുമാനിക്കുന്ന ഒരു സ്ഥാനമാണ്, ആ ഒരു പൊസിഷന് അത്രമാത്രം വാല്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ ആ സ്ഥാനത്തെ പോലും മാനിക്കാതെയാണ് ഇവരെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത് ഞാൻ രേണുവിൻ്റെ കൂടെ കൂടി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ലൈവ് പോയിട്ടുണ്ട്, വ്ളോഗുകൾ ചെയ്തിട്ടുണ്ട് പറയുന്നത്. ആ ചെയ്തതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു മാത്രം. മനസ്സിലായോ? ഞങ്ങൾ, അതായത് കമോൺ മീഡിയ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്, അതായത് യൂട്യൂബ് ചാനൽ, പിന്നെ എല്ലാവരും കൂടി ചേർന്ന്, അതായത് പിന്നെ ടീം വർക്ക്, ആ ടീമിൽ ആക്ട് ചെയ്യുന്ന എല്ലാവരും കൂടി ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത്, ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്റ്റ് ചെയ്ത്, മടവൂർ ശ്രീമാർ എന്ന് പറയുന്ന സാറ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമും വെബ് സീരീസ് ആൽബത്തിലും അഭിനയിക്കാൻ വേണ്ടി രേണുസുതിയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ചെയ്തത്. അതായത് അഭിനയിക്കാനായിട്ട് രേണുസുതിയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ചെയ്തത്. അല്ലാതെ രേണുസുതിയുടെ പുറവിന് ഞാൻ വാലാട്ടി നടന്നിട്ട് ഞാനൊരു ഷോർട്ട് ഫിലിമിൽ കയറി മുഖം കാണിക്കുകയല്ല ചെയ്തത്. ഇത് ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? ഇപ്പോൾ ഒരാൾ ഒരു ആർട്ടിസ്റ്റിനെ അവരുടെ പ്രോജക്റ്റിന് വേണ്ടി ക്ഷണിച്ചു, ആ ആർട്ടിസ്റ്റ് വന്ന് ആ പ്രോജക്റ്റ് ചെയ്തു, അവർ അതിൻ്റെ കാശും മേടിച്ച് അവരവരുടെ വഴിക്ക് പോകും. ഇതാണല്ലോ നോർമലി നടക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? അങ്ങനെ അഭിനയിച്ചതിന് ശേഷം സജീന രേണു പിന്നെ 2 അല്ല 1 എന്ന രീതിക്കാണ് മിക്കവാറും വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇനി സജീന പറഞ്ഞ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, എനിക്ക് കേട്ടു നോക്കാം. ഷെഫീന ബീബി ഇന്നലെ പറഞ്ഞതിനുള്ള മറുപടിയാണ്. അതിന് ഇന്നലെ തന്നെ ലൈവ് കൊടുത്തിട്ടുണ്ട്. എന്നാലും എത്രമാത്രം തെറ്റിദ്ധാരണയാണ് പരതുന്നതെന്നുള്ള കാര്യമാണ് ഇനി മനസ്സിലാവാത്തത്. ഈ രേണുസുതി വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ ഫീൽഡിലുണ്ട് പറഞ്ഞിട്ടല്ലോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറയുന്നതിനകത്ത് അതിനുള്ള റിപ്ലൈയും ഞാൻ ആ ലൈവിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് അങ്ങ് പിന്നെ പെട്ടെന്ന് റീച്ച് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എക്സ്പോസ് ചെയ്താൽ മതിയെന്നേ. പക്ഷെ എനിക്ക് അതിനോട് ഒരു താല്പര്യമില്ല. നമുക്ക് റീച്ച് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പോസ് ചെയ്താൽ മതിയെന്നേ. ഈ ഒരു സംഭവം 2 ദിവസം മുൻപ് വിവിയുടെ ചാനലിൽ ഒരാൾ വന്നിട്ട് ഒരു വീഡിയോ വിവി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മോഡൽ മാനേജ്മെൻറ്റ് ഗ്രൂപ്പിൻ്റെ ആരോ ആണ് അയാൾ വന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ വന്നൊരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. രേണുസുതി ഒരു ഫാഷൻ പ്രോഗ്രാമിൽ റാമ്പ് വാക്കിന് സമയത്ത് രേണു അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് അവർ കോസ്റ്റ്യൂം കൊടുത്തത്. ആ കോസ്റ്റ്യൂം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അതും ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഈ റീച്ചിന് വേണ്ടി എക്സ്പോസ് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടി അങ്ങനെ ചെയ്താൽ മാത്രമേ റീച്ച് കിട്ടുള്ളൂ എന്ന് സജിന പറയുമ്പോൾ രേണു അത് ചെയ്തതും സജിന പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, സജിന ഈ പറയുന്നതൊക്കെ രേണുവിനെ പോസിറ്റീവാക്കാൻ വേണ്ടി പറയുന്നതാണോ അതോ നെഗറ്റീവാക്കാൻ പറയുന്നതാണോ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ സംശയം എന്ന് പറയുന്നത്. ശരി, നോക്കാം, നമുക്ക് ബാക്കി നോക്കാം. എൻ്റെ കഴിവിനനുസരിച്ച് ഈ സജീനയ്ക്ക് ഈ ഒരു വേഷം കൊടുത്താൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി എനിക്ക് കിട്ടുന്ന വേഷങ്ങൾ മനോഹരമായ രീതിയിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അത്യാവശ്യം എല്ലാ ചാനലിലെ സീരിയലും നല്ല ക്യാരക്ടർ വേഷങ്ങൾ ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. 8 സിനിമയോളം ഞാൻ അഭിനയിച്ചു. ഏഷ്യാനെറ്റ്, സൂര്യ, ഫ്ലവേഴ്സ്, മഴവിൽ മനോരമ, സി കേരളം, ഈ 5 ചാനലാണ് ഓൾറെഡി നമ്മുടെ നാട്ടിൽ സീരിയൽ പോകുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ചാനലിൽ ഏതെങ്കിലും ഒരു സീരിയലിൽ ഈ ഒരു വ്യക്തിയെ കണ്ടതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഒരു 10-12 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്, ഈ പറയുന്ന സീരിയൽ ഇൻഡസ്ട്രിക്കകത്തുണ്ട്. ഒരു സീരിയലിലും ഞാനങ്ങനെ കണ്ടിട്ടില്ല. സജിന, എനിക്കൊരു സംശയം, ഈ എല്ലാ ചാനലിലും ഉണ്ടെന്ന് പറയുമ്പം കുറച്ച് സീരിയലുകളുടെ പേരൊന്ന് പറഞ്ഞു തരാമോ? എന്ന് അറിയാൻ വേണ്ടിയാണ്, ഒരു ആഗ്രഹം കൊണ്ടാണ്. ഏതൊക്കെ സീരിയലാണ് ചെയ്തിട്ടുള്ളത്? ഞാനത് കാര്യമായിട്ട് ചോദിച്ചാട്ടോ, തമാശയ്ക്കോ അല്ലെങ്കിൽ കളിയാക്കി ചോദിച്ചതല്ല. ഏതൊക്കെയാണ് സീരിയൽ എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്താലും മതി, നമ്മുടെ ചാനലിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താലും മതി. വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഏതൊക്കെ സീരിയലാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്നുള്ളത്. സിനിമകളുടെ കാര്യം പറയുന്നുണ്ട്, നമുക്ക് അതിലേക്ക് പോകണം. അത് നമുക്ക് ഒട്ടും അറിയാത്തൊരു സംഭവമാണ്, കാരണം നമ്മൾ എല്ലാ സിനിമകളും കാണാറില്ലല്ലോ. പക്ഷേ ഇവർ പാൻ ഇന്ത്യൻ ആക്ട്രസ് ആണ്, അത് നമ്മൾ മറന്നു പോകരുത്. ആ കഥ കേൾക്കാം. 5 സിനിമ റിലീസായി, ഇനി ഒരു 10 സിനിമ മൊത്തം അഭിനയിച്ചു. ഇനി 5 സിനിമയും കൂടി 2026 റിലീസ് ആവാനുണ്ട്. അതിലാദ്യം ഉറപ്പിക്കാവോ? 8 ആണോ 10 ആണോ? ഇറങ്ങിയത് 4 ആണോ 5 ആണോ? 10 ആണെന്നാണ് പറയുന്നത് ലാസ്റ്റ്. 10 സിനിമയിൽ 4 റിലീസായി, ഇനി 5 ഇറങ്ങാനുണ്ടോ? അപ്പോൾ 9 അല്ലേ ആവുള്ളൂ. അതിൻ്റെ കണക്കൊന്ന് കേട്ടോട്ടെ. ഒരു 14-ാം തീയതി ഒരു തെലുങ്ക് പടമാണ് റിലീസാകാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അല്ല, പറഞ്ഞെന്ന് വെച്ചാൽ പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. അടുത്ത് ഇറങ്ങാൻ പോകുന്ന തെലുങ്ക് സിനിമയാണ്, നിങ്ങൾ ഓർക്കണം. അതെ, ആ സിനിമയുടെ പേരെന്താ ഒന്ന് കാണാൻ വേണ്ടിയാണ്, ആ സിനിമ ഏതാണെന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. പറ്റുവാണെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടി. എന്താ സിനിമ തെലുങ്കാകുമ്പോൾ എന്തായാലും റീമേക്ക് ഉണ്ടാവും, മലയാളം ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് കണ്ടിരിക്കാമല്ലോ ഏതാ സിനിമ എന്നുള്ളത്. ആ പേരൊന്ന് പറയണേ, അറിയാൻ വേണ്ടിയാണ്. ഒന്ന്
പറഞ്ഞേക്കണേ. രേണുസുതിയെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നതും രേണുസുതിയുടെ വാലാട്ടി നടക്കുന്നതും രേണുസുതിയെ മണപ്പിച്ച് നടക്കുന്നതും എനിക്കൊരു ചാൻസിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള എൻ്റെ കഷ്ടപ്പാടിന് വിലയില്ലാതായി പോയതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ഞാൻ ഇന്നലെ ഒരു ലൈവ് വീഡിയോ പോയത്. അല്ല, ഒരിക്കലും ഈ സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതിനൊരിക്കലും ഞാൻ വില കുറച്ച് കാണുന്നില്ല. ഞാൻ ഈ പേരുകളും അല്ലെങ്കിൽ ഏതൊക്കെ സിനിമകളാണ് ഏതൊക്കെ സീരിയലാണെന്ന് ചോദിച്ചത് വളരെ കാര്യമായിട്ട് എനിക്കൊന്ന് അറിഞ്ഞിരിക്കാൻ, എനിക്കിത് കാണാൻ വേണ്ടിയാണ്, ആ പ്രോജക്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയാണ്. ഇപ്പോൾ തെലുങ്ക് സിനിമ ഇറങ്ങാൻ പോകുന്നത്, ആ സിനിമയുടെ പേര് അറിഞ്ഞാൽ നമുക്കതൊന്ന് കണ്ടിരിക്കാമല്ലോ. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അങ്ങനെ ഒരു പ്രൊമോഷൻ ആ സിനിമയ്ക്ക് കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ നിങ്ങൾ ആ പേരും കൂടി പറയേണ്ടതായിരുന്നു. ഇനി പറഞ്ഞാലും മതി. ഒന്നുകിൽ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തോളൂ. നമുക്കറിയാൻ പറ്റുള്ളൂ ഏത് സിനിമയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സിനിമ ഇറങ്ങാനുള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിന് വേണ്ടിയാണ്, അത് അറിയാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനും അല്ല കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്, വേറെ ഒന്നിനും അല്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ. പക്ഷേ കിച്ചു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇവർക്കൊന്നും പറയാനില്ലെന്നാണ് പറയുന്നത്. ഇതൊരു പക്ഷേ സത്യമുള്ളതുകൊണ്ടായിരിക്കില്ലേ? ആ വിഷയത്തിൽ സത്യമുള്ളതുകൊണ്ടാണ് കിച്ചു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇവർക്കൊന്നും പറയാനില്ലത്. രേണുവിനെ വെളുപ്പിക്കാൻ ശ്രമിച്ചിപ്പം സജീന കറുത്തോണ്ടിരിക്കുകയാണ്, അതാണ് സത്യം. അതുകൊണ്ട് ഇതൊക്കെ വിട്ടുപിടിക്കുന്നതാണ് സജീനയ്ക്ക് നല്ലതെന്ന് തോന്നുന്നു. സജീന തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇനി ഒന്നും പറയാനില്ല, ഇനി എന്തെങ്കിലുമൊക്കെ പുതിയ സംഭവങ്ങൾ വരികയാണെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പുതിയ കാര്യങ്ങളാട്ടോ, പഴയ കാര്യങ്ങൾ എടുത്തിട്ട് അലക്കിയതല്ല, പുതിയ കാര്യങ്ങൾ. സജീന പറഞ്ഞ പുതിയ കാര്യങ്ങൾ വെച്ചാൽ ഞാൻ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് സജീന ഒരു മറുപടി തരുമെന്ന് വിചാരിക്കുന്നു. കാരണം ഒന്ന്, രേണു പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് മറ്റുള്ളവർ അതിനെ വളച്ചൊടിക്കുന്ന വിഷയങ്ങളിൽ അതിൻ്റെ സത്യം എനിക്ക് അറിയാവുന്നത് കൊണ്ട് സജീന സംസാരിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിലേതാണ് രേണു പറഞ്ഞ സത്യങ്ങൾ എന്നുള്ളതൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് രേണു പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത്. അതിനകത്ത് സജീനയ്ക്ക് അറിയാവുന്ന സത്യങ്ങളൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഏതൊക്കെ സിനിമകളാണ് ഏതൊക്കെ സീരിയലുകളിലാണ് സജീന അഭിനയിച്ചിട്ടുള്ളത്. സിനിമകളുടെ കാര്യം, ഇപ്പോൾ തെലുങ്ക് സിനിമ ഇറങ്ങാൻ പോകണം, അതിൻ്റെ പേരെന്ന് അറിഞ്ഞാൽ കൊള്ളാം. സീരിയലാണെങ്കിൽ എല്ലാ ചാനലിലും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ 1-2 ചാനലിലെ സീരിയലുകളുടെ പേരെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നാൽ നമുക്കൊന്ന് എപ്പിസോഡൊക്കെ ഒന്ന് നോക്കാമായിരുന്നു. ഇങ്ങനെ ഒരാൾ അതിനകത്തുണ്ടോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ടുള്ള നിങ്ങൾ ആരെങ്കിലും സജീനനെ ഏതെങ്കിലും സീരിയൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യൂ. ആ സീരിയൽ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാം കേട്ടോ, ഏത് സീരിയലാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ, ആ ഹൈപ്പും കൂടെ ഒന്ന് കൊടുത്തേക്ക്. നല്ല കുട്ടികളല്ലേ, ബൈ.